മഴ തോരും മുമ്പിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ബാലചന്ദ്രൻ അലിയിലെ കുളത്തൂപ്പുഴ വിട്ടിട്ട് തിരിച്ചു വരികയാണ്. സങ്കടം സഹിക്കവയ്യാതെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സൈഡിലേക്കിട്ട് വണ്ടി ഒതുക്കിയിട്ട് ബാലചന്ദ്രൻ അറിയാതെ വിങ്ങി പൊട്ടുകയാണ്. അപ്പം അലീനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ബാലചന്ദ്രൻ. അപ്പോഴാണ് മനു വിളിക്കുന്നത്. മനു ചോദിക്കുന്നുണ്ട്, അങ്കിളിപ്പം എവിടെയാണ്? കുളത്തൂപ്പുഴയിൽ നിന്ന് തിരിച്ച്. നീ ഇപ്പം എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് തിരിച്ച്. അത് ഞാൻ കടപ്പാട്ടൂരാണ്. ഓ, നീ കടപ്പാട്ടൂർ വന്നോ? ആ, ഞാൻ ആൻറ്റിയെ കൊണ്ടാക്കാൻ വന്നത്. ആൻറ്റിയാണെങ്കിൽ പ്രധാന ശത്രു ഒഴിഞ്ഞു പോയതിൻ്റെ തക്കം നോക്കി വന്ന് കയറിയത് സാമ്രാജ്യം തിരിച്ചു പിടിക്കാൻ. ഓ, അവൾ വിചാരിച്ചേക്കുന്നത് അവൾ ജയിച്ചിട്ട് വന്ന് കയറിയെന്ന്. അവളുടെ പതനം തുടങ്ങാൻ പോകുന്നതിലുള്ളതെന്ന് ബാലചന്ദ്രൻ തിരിച്ച് പറയുന്നുണ്ട്. അപ്പം അലീനയുടെ കാര്യം എങ്ങനെ എന്ന് ബാലചന്ദ്രനോട് മനു ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും കുളത്തൂപ്പുഴയെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. സ്വന്തം അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞെന്ന് പറയാണ്. അതെങ്ങനെ അങ്കിളുടെ ഡ്യൂട്ടി കഴിയുന്നത്? അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പം ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് മനു ചോദിക്കുന്നുണ്ട്. അത് സ്റ്റാൻലിയും 2-3 ജോലിക്കാരേ ഉള്ളെന്ന് പറയാണ്. അപ്പോൾ ഭാര്യയും മക്കളൊക്കെ എന്ത് ചെയ്യുന്ന മനു ചോദിക്കുന്നുണ്ട്. അത് അഞ്ചലിലൊരു വീട്ടിലാണ് ഭാര്യയും മക്കളെന്നാണ് പറഞ്ഞത് എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പം മനു തിരിച്ച് ചോദിക്കുന്നുണ്ട്, അവർക്കറിയാവോ ഈ അലീനയുടെ കാര്യം? അവരറിഞ്ഞുകൊണ്ടാണോ സ്റ്റാൻലി അങ്ങോട്ട് അലീനയെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയത്തില്ലടാ. അതൊന്നും ഞാൻ തിരക്കാനും പോയില്ല. കാരണം ഇപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് പ്രശ്നങ്ങളുണ്ട്. ഇനി കുളത്തൂപ്പുഴയിലെ പ്രശ്നം കൂടെ തലയിലെടുത്ത് വെക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ അയാളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും അവളൊരു ശല്യമായിട്ടോ ബുദ്ധിമുട്ടാവോ തോന്നുകയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അന്നേരം വന്ന് ഞാൻ കൂട്ടിക്കൊണ്ട് പൊക്കോളാം എന്ന് ഞാൻ സ്റ്റാൻലി അറിയിച്ചിട്ടുണ്ടെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പം മനു ചോദിക്കുന്നുണ്ട്, അങ്കിളിപ്പം ഇന്ന് തന്നെ എത്തുമെന്ന് ചോദിക്കുന്നുണ്ട്. ഏയ്, ഇന്ന് എത്തത്തില്ല. എനിക്ക് ഈ ഒരു ടെൻഷനിൽ, ഈ ഒരു മാനസികാവസ്ഥയിൽ ഇന്ന് വന്ന് അങ്ങോട്ട് കയറാൻ വയ്യ. ഇവിടെ എവിടെയെങ്കിലും റൂം എടുത്ത് ഇന്ന് സ്റ്റേ ചെയ്തതിന് ശേഷം നാളെ വരുത്തോളൂ എന്ന് പറയുകയാണ്. നീ ഇന്ന് അവിടുന്ന് പോകുമെന്ന് ചോദിക്കുകയാണ്. കുറച്ച് നേരം കഴിയുമ്പം ഞാൻ പോകും അങ്കിളെ എന്ന് മനുവും പറയുന്നുണ്ട്. ആൻറ്റി വന്നിട്ടുണ്ടല്ലോ, അപ്പം അവർക്കൊരു കൂട്ടായിട്ട് ഇവിടെ ഉണ്ടല്ലോ. എങ്ങനെയുണ്ട് നിൻ്റെ ആൻറ്റി വന്നിട്ടെന്ന് ചോദിക്കുകയാണ്. നല്ല പെർഫോമൻസ് ആണോ കാഴ്ചവെക്കുന്നതെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ജയിച്ച് വന്നതിൻ്റെ അഹങ്കാരം ആൻറ്റി ഇവിടെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവൾ അഹങ്കരിക്കട്ടെ, ഞാൻ അഹങ്കാരം തീർക്കാൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ തലക്കെട്ടുള്ള കൊട്ടുമായിട്ടായിരിക്കും ഞാൻ വരുന്നതെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പം മനു പറയുന്നുണ്ട്, എന്തായാലും അങ്കിൾ പെട്ടെന്ന് തന്നെ എത്തുമെന്നും പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. അങ്ങനെ മനുവിന് നല്ല ടെൻഷനുണ്ട്. ഇനി അവിടെ അലീന എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളൊരു വിഷമത്തിലിരിക്കാൻ മനു. അതിനുശേഷം അകത്തോട്ട് ചെല്ലുമ്പോൾ രോഹിത്തോടെ നിൽപ്പുണ്ട്. അപ്പം രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, ആൻറ്റി എന്തിയെ എന്ന് മനു ചോദിക്കുന്നുണ്ട്. അത് മുകളിലോട്ട് പോയിട്ടുണ്ട്. അച്ഛനാണോ വിളിച്ചതെന്ന് മനുവിനോട് ചോദിക്കുന്നുണ്ട്. അതെ, കുളത്തൂപ്പുഴയില്ല. അപ്പം അലീനെ അവിടെ വിട്ടിട്ട് തിരിച്ചു വരിക. അച്ഛൻ ഇന്ന് തിരിച്ചു വരുമെന്ന് രോഹിത്ത് ചോദിക്കുന്നുണ്ട്. ഇന്ന് വരത്തില്ല, നാളെ എത്തത്തോളെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാനും ഇറങ്ങാൻ പോവുക എന്ന് മനു പറയുന്നുണ്ട്. ആൻറ്റി എന്തി? അപ്പം രോഹിത്ത് പറയുന്നുണ്ട്, മുകളിലോട്ട് അച്ഛൻ്റെ മുറിയിലോട്ട് കയറിയിട്ടുണ്ട്. എന്തിനാണെന്നൊന്നും അറിയത്തില്ല, കുറച്ച് നേരമായി പോയിട്ടെന്ന് പറയാണ്. അങ്ങനെ മനുവും രോഹിത്തും കൂടെ വൈജയെ കാണാനായിട്ട് ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. ഈ സമയത്ത് വൈജയാണെങ്കിൽ അവിടെ ലാപ്ടോപ്പ് എടുത്ത് വെച്ച് ബാലചന്ദ്രൻ്റെ ലാപ്ടോപ്പ് എടുത്ത് എല്ലാ കണക്കുകളും നോക്കുകയാണ്. അലീനയ്ക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ, ബാലചന്ദ്രൻ ഏതൊക്കെ സഹായം ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി എല്ലാ കണക്കുകളും പരിശോധിക്കുകയാണ്. ഈ സമയത്താണ് ഡോറും തുറന്ന് മനുവും രോഹിത്തും കൂടെ കയറി വരുന്നത്. ഇവർ കയറി വരുമ്പം കാണുന്നത് വൈജ ലാപ്ടോപ്പിൽ എല്ലാം ചെക്ക് ചെയ്യുന്നതാണ്. ബാലചന്ദ്രൻ്റെ ലാപ്ടോപ്പ് എടുത്ത് ഓരോ നോക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഉടനെ മനു ചോദിക്കുന്നുണ്ട്, ആൻറ്റി എന്താ ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. എന്താ, നിനക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ? ബാലചന്ദ്രൻ്റെ കണക്കുകളൊക്കെ ഞാനൊന്ന് പരിശോധിക്കുക. അമ്മ എന്തിനാ അച്ഛൻ്റെ കണക്കുകളൊക്കെ നോക്കുന്നതെന്ന് രോഹിത്ത് ചോദിക്കുന്നുണ്ട്. എന്താടാ, എനിക്കിതൊക്കെ നോക്കിക്കൂടെ? ഞാനും കൂടെ അറിയണമല്ലോ ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന്, ഞാനും കൂടെ അറിയണമല്ലോ എന്ന് വൈജ പറയുന്നുണ്ട്. ഇതൊക്കെ നോക്കാൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് വൈജ പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ മനു ചോദിക്കുന്നുണ്ട്, അല്ലാതെ മക്കളുടെ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ആൻറ്റി തിരിച്ച് വന്നത്, ഇതൊക്കെ അറിയാനാണോ തിരിച്ച് വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വൈജ പറയാണ്, അതിന് സംശയം എന്താ? ബാലചന്ദ്രൻ ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്നും വേലക്കാർക്ക് എത്രയൊക്കെ കൊടുത്തിട്ടുണ്ടെന്നും എനിക്കറിയണ്ടേ? അത് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്ത് എന്ന് പറയാണ്. അവൾക്ക് വേണ്ടി ബാലചന്ദ്രൻ ചിലവാക്കിയേക്കുന്നത് 15 ലക്ഷം രൂപ. ഒരു വേലക്കാരിയായ അവൾക്ക് വേണ്ടി എന്തിന് ബാലചന്ദ്രൻ ഇത്രയും പൈസ ചിലവാക്കിയെന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ മനു പറയാണ്, അതൊക്കെ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അങ്കിൾ വരുമ്പം ആൻറ്റി തന്നെ അങ്ങ് ചോദിക്കാൻ പറയാണ്. അത് ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം, അല്ലാതെ ഞാൻ ഇതങ്ങ് വെറുതെ വിടുമെന്ന് വിചാരിച്ചോ എന്ന് ചോദിക്കുകയാണ്. എന്തായാലും ഞാൻ ഇറങ്ങും ആൻറ്റി, ആൻറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നും പറഞ്ഞിട്ട് മനു അങ്ങ് ഇറങ്ങുവാണ്. കൂടെ രോഹിത്തും ഇറങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്ക് താഴെ ബഹളം കേട്ട് ബബിതയും കൃഷ്ണമോളും താഴെ വന്നിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ മനുവും രോഹിത്തും കൂടെ ഇറങ്ങി വരുന്നത്. പുറവേ വൈജി ഇറങ്ങി വരുന്നുണ്ട്. കയ്യിൽ ലാപ്ടോപ്പുമായിട്ടാണ് ഇറങ്ങി വരുന്നത്. അപ്പം താഴേക്ക് വരുന്ന കണ്ട് ബബിതയും കൃഷ്ണമോളും ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം വന്ന ഉടനെ
ചോദിക്കുന്നുണ്ട് വൈജ, നിങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ ഇത് നടന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം എന്താണെന്ന് ബബിത ചോദിക്കുകയാണ്. അല്ല, നിൻ്റെ അച്ഛൻ ആ അലീനയ്ക്ക് 15 ലക്ഷം രൂപയാണ് ചിലവാക്കിയത്. 15 ലക്ഷം രൂപ ചിലവാക്കേണ്ട എന്ത് കാര്യമാണോ ഉള്ളത്? ഞാൻ ചുമ്മാതൊന്നുമല്ല ഇങ്ങോട്ട് തിരിച്ചു കയറിയത്. എനിക്കറിയണമായിരുന്നു ബാലചന്ദ്രൻ അവൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അതറിയാൻ വേണ്ടി തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുകയാണ്. അപ്പം ബബിത പറയുന്നുണ്ട്, അതെ, അലീന ചേച്ചി പോയപ്പം ചേച്ചിക്ക് സ്വർണവും മാലയും വളയും എല്ലാം ഇട്ട് കൊടുത്തത് ഞങ്ങൾ തന്നെയാണ്. സാരി ഉടുത്ത് ഒരുക്കിയതും ഞങ്ങൾ തന്നെയാണ് അതെല്ലാം ചെയ്തതെന്ന് ബബിത പറയുന്നുണ്ട്. അതിനെന്താ കുഴപ്പമെന്ന് ബബിത ചേച്ചി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അപ്പം വായിച്ച് ഇത് കേൾക്കുമ്പോൾ ഞെട്ടുകയാണ്. ആഹാ, അപ്പം അവൾ ഇവിടെ നിന്ന് ഒരുങ്ങിക്കെട്ടിയാണ് പോയത് അല്ലേ? 15 ലക്ഷം രൂപയുടെ സ്വർണവും 17,000 രൂപയുടെ ഡ്രസ്സും ഇട്ടുകൊണ്ട് അവൾ പോകേണ്ട കാര്യം എന്താ എന്ന് ചോദിക്കും. ഒരു വീട്ടു വേലക്കാരി പിരിഞ്ഞു പോകുമ്പോൾ ഇത്രയും കൊടുത്തു വിടേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് വായിച്ച കുറച്ച് ദേഷ്യത്തോടെ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ബബിതയ്ക്കും കൃഷ്ണയ്ക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്, രോഗത്തിനും വരുന്നുണ്ട്. അപ്പം മനു ആണെങ്കിൽ ഇങ്ങനെ തലയാട്ടി നിൽക്കുകയാണ് വൈജ പറയുന്നതൊക്കെ കേട്ട്. അപ്പം വീണ്ടും ചോദിക്കുകയാണ്, അലീനയ്ക്ക് ഇത്രയും ബാലചന്ദ്രൻ കൊടുക്കാൻ അലീനയും ബാലചന്ദ്രനും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളതെന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ബബിതയ്ക്ക് ചൂടാവുന്നുണ്ട്. അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒരു ഇതും ഇല്ലാതെ ചുമ്മാ അങ്ങ് വായി തോന്നുന്ന വിളിച്ച് പറയല്ലേ എന്ന് പറയാണ്. എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ കുറ്റം? വീട്ടിൽ വന്ന വേലക്കാരിക്ക് ഇത്രയും പൈസ കൊടുത്ത് ഡ്രസ്സും സ്വർണവും വാങ്ങിച്ചു കൊടുക്കേണ്ട എന്ത് കാര്യമുള്ളത്? അവർ തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്ന് ചോദിക്കുകയാണ്. ബാലചന്ദ്രൻ വരട്ടെ, ഇതിന് ചോദിച്ച് ഉത്തരം കണ്ടെത്തിയിട്ടുള്ളൂ ബാക്കി കാര്യം എന്ന് പറയാണ്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, അമ്മ ആവശ്യമില്ലാതെ ഓരോ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഇരിക്കല്ലേ, അമ്മയുടെ കാര്യം നോക്കുക, അതാ നല്ലതെന്ന് കൃഷ്ണ പറയുന്നുണ്ട്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഇതൊന്നും വെറുതെ വിടുമെന്ന് വിചാരിച്ചോ? എനിക്കറിയണം അലീനയും ബാലചന്ദ്രനും തമ്മിൽ എന്ത് ബന്ധമുള്ളതെന്ന്. ഇത്രയും സ്വർണ്ണാഭരണങ്ങളും ഡ്രസ്സും എടുത്തു കൊടുക്കേണ്ട എന്ത് ബന്ധമാണ് അവർ തമ്മിലുള്ളതെന്ന് എനിക്കറിയണം. ബാലചന്ദ്രൻ വരട്ടെ, വന്ന് ഇതിന് ചോദിച്ച് ഇതിന് കൃത്യമായി മറുപടി അറിഞ്ഞിട്ടേ ഉള്ളൂ കാര്യമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ മനു തലയാട്ടിക്കൊണ്ട് പറയാണ്, ആ ചോദ്യര് ബാലചന്ദ്രൻ അങ്കിള് വരുമ്പം തന്നെ ഇതൊക്കെ ചോദിക്കണം, അപ്പോൾ കൃത്യമായ മറുപടി കിട്ടുമെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പം വൈജ വീണ്ടും ദേഷ്യം മനുവിനോട് ചോദിക്കുന്നുണ്ട്, അതിനെന്താ ചോദിച്ചാൽ? ഞാൻ ചോദിച്ച സത്യമല്ലേ? വീട്ടിൽ വന്ന വേലക്കാരിക്ക് ഇത്രയും പൈസയും സ്വർണവും കൊടുക്കേണ്ട എന്ത് കാര്യമാണുള്ളത് ബാലചന്ദ്രന്? അവർ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അതെനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് വൈജ വീണ്ടും കുറച്ച് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ മനു പറയുന്നുണ്ട്, അതൊക്കെ ശരി തന്നെ, ആൻറ്റി വരുമ്പം തന്നെ ചോദിക്കണം. അപ്പോൾ തിരിച്ച് അങ്കിളും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അതിന് കൃത്യമായി മറുപടി കണ്ടെത്താൻ ആൻറ്റിക്ക് കഴിയണം. ഒരു കാര്യം ആൻറ്റി മനസ്സിലാക്കണം, പണ്ടത്തെ ബാലചന്ദ്രൻ അങ്കിളല്ല ഇപ്പോൾ ഉള്ളത്. അങ്കിളിൻ്റെ മുന്നിൽ ആൻറ്റി വെറും ഭസ്മമായി പോത്തേ ഉള്ളതെന്ന് മനു വൈജ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ വൈജ ഇങ്ങനെ ദേഷ്യം നോക്കുന്നുണ്ട്. അലീന പറഞ്ഞ ആ കാര്യം ആൻറ്റി എപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ആ കാര്യം എപ്പോഴും മനസ്സ് ഓർത്തുകൊണ്ട് മുന്നോട്ട് ജീവിക്കാവൂ. അല്ലാതെ അങ്കിളിനോട് വഴക്കിടാനോ എന്തെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ആൻറ്റി തന്നെയുള്ളൂ നാണം കെടുന്നതും തകരുന്നതും. അതെപ്പോഴും ഓർമ്മ വേണം എന്ന് പറയാണ്. അങ്കിളിനെ ചോദ്യം ചെയ്യാൻ ആൻറ്റിക്ക് ഒരു അവകാശവും ഇല്ല. അതുകൊണ്ട് ആൻറ്റിയുടെ കാര്യം നോക്കുന്നതാണ് നല്ലത്, അല്ലാതെ അങ്കിൾ വരുമ്പോൾ പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും ഞാൻ പോവുക, എനിക്ക് കൂടുതലൊന്നും ആൻറ്റിയോട് പറയാനില്ല. ആൻറ്റി തന്നെ ആൻറ്റിയുടെ കുഴി തോണ്ടാൻ ഒരുങ്ങിക്കോളാൻ പറയാണ്. ഇതും പറഞ്ഞുകൊണ്ട് മനു അങ്ങ് പോവുകയാണ്. വൈജ ഇങ്ങനെ ദേഷ്യം നിൽക്കുകയാണ്. മനു എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നത് ഒന്നും മനസ്സിലാതെ വൈജ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അഹങ്കാരിയായ വൈജയ്ക്ക് തലയ്ക്ക് കൊട്ടുകൊടുക്കാനായി ബാലചന്ദ്രൻ വരികയാണ്. അങ്ങനെ വൈജയുടെ മുന്നിൽ ബാലചന്ദ്രൻ്റെ താണ്ഡവം തുടങ്ങുകയാണ്.